ഹായ്. അപ്പം നേരത്തെ ഞാൻ തെങ്ങിന്റെ വളപ്രയോഗത്തെക്കുറിച്ച് പറഞ്ഞു. അതെല്ലാം പ്രേക്ഷകർ ഏറ്റെടുത്ത് വൻ വിജയമാക്കി. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നല്ല തെങ്ങിൻ തൈ എങ്ങനെ തിരഞ്ഞെടുക്കാമെന്നതിനെ കുറിച്ചാണ്. നല്ല തെങ്ങിൻ തൈ എങ്ങനെ തിരഞ്ഞെടുക്കുക? അപ്പം നല്ല തെങ്ങിൻ തൈയുടെ ലക്ഷണം എന്താണ്? നല്ല തെങ്ങിൻ തൈയുടെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു 9 മാസം പ്രായമുള്ള തൈയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. 9 മാസം പ്രായമുള്ള ഈ തൈയുടെ കടഭാഗത്തിന്, അതായത് ചോടുഭാഗം, ഈ തേങ്ങയും ഇതുമായിട്ട് വളർന്ന ആ മുകളുമായിട്ടുള്ള ആ ഭാഗത്തിനെയാണ് നമ്മൾ കടഭാഗം എന്ന് പറയുന്നത്. ഇതിൻ്റെ കണ്ണാടി കനം, അത് ചുറ്റും ഉള്ള കനം ഒരു 10-12 സെൻറ്റിമീറ്റർ ഉണ്ടാവണം ഈ കനം. അതുപോലെ 9 മാസം പ്രായം എത്തിയ ഒരു തൈക്ക് ഒരു 4-5 ഓലകൾ ഉണ്ടാവണം. ഇത് കണ്ട, 1, 2, 3, 4, 5-ാമത്തെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് 9 മാസം പ്രായമുള്ള ഒരു തൈയാണ്. അപ്പോൾ ഇത് നമുക്കൊരു നാടൻ തൈയാണ്. നമുക്ക് ധൈര്യമായിട്ട് നല്ല ഒരു തൈയായിട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, 1 വർഷം പ്രായമായ തൈയാണെങ്കിൽ ഇതേപോലെ ഓലകൾ പെട്ടെന്ന് വിരിഞ്ഞതാവണം. ഒരു 6 മുതൽ 8 വരെ ഓലകൾ ഉണ്ടാവണം ആ തൈക്ക്. അതാണ് അതിൻ്റെ പ്രത്യേകത, 1 വർഷം പ്രായമായ ഒരു തൈക്ക്. അപ്പം നല്ല തൈ എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ലത് നാടൻ തന്നെയാണ്. നാടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളത് തന്നെയാണ്. ചുറ്റുവട്ടത്ത് ഒത്തിരി രോഗങ്ങളുടെ ഇടയിൽ ഭയങ്കര മസിൽ പിടിച്ച് നല്ല വിളവ് തരുന്ന കരുത്തുറ്റ തെങ്ങുകളുണ്ടല്ലോ, നമ്മൾ നോക്കിയാൽ നമ്മുടെ ചുറ്റുവട്ടത്ത് നോക്കിയാൽ കാണാം. അത്തരം തെങ്ങുകളെ നമുക്ക് അമ്മത്തെങ്ങായിട്ട് തിരഞ്ഞെടുക്കാം. അമ്മത്തെങ്ങ് എന്ന് പറഞ്ഞാൽ നല്ലൊരു വിത്ത് തേങ്ങ എടുക്കാനുള്ള തെങ്ങായിട്ട് തിരഞ്ഞെടുക്കാം.